ഇത് ഇവിടെ നടന്നതാണ്. ഇതൊക്കെ ഞാൻ എന്താ പറയുക, എന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അറിവാണ് ഇതെല്ലാം. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഈ നാട്ടിൽ നിന്ന് UP-യിൽ ഒരാളുടെ മോനെ കൊണ്ടുവന്നിട്ട് ആ മോൻ അവന്റെ അച്ഛനെയാണ് കൊന്നത്. ഇതുപോലെ ഇവിടെ പറയാൻ പറ്റാത്തതായിട്ടുള്ള എത്രയോ കേസസ് ഉണ്ട്. എനിക്ക് പല കാര്യങ്ങളും എനിക്ക് അറിയാതെ വന്നത് ഇപ്പൊ ഇവിടെ KMCC ടീംസുകാർ അത് നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഡ്രഗ്സ് ഇത്രയ്ക്കും ഡേഞ്ചറസ് ഇവിടെയും ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നത് നിങ്ങൾ അന്നേരം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഷെയർ ചെയ്യാമോ ഒരു 2 ഇൻസിഡന്റ് ബുദ്ധിമുട്ടിലേക്ക്? 32 വയസ്സ് മാത്രം പ്രായമുള്ളത്. 34-35 വയസ്സായ സമയത്ത് ഇദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഫാമിലി കുടുംബസമേതം നല്ല സ്റ്റാറ്റസിൽ ഇവിടെ താമസിക്കുന്ന ഹൈ പൊസിഷനിൽ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സംഭവിച്ച തെറ്റെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഫാമിലിയോട് കൂടെ നല്ല രീതിയിൽ താമസിച്ച് 35 വയസ്സിൽ ഹജ്ജൊക്കെ ചെയ്ത് ഈ കുടുംബസമേതം ഇവിടെ സൗദിയിൽ ഹജ്ജ് ചെയ്ത ഈ ഒരു വ്യക്തി സംഭവിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ കൂട്ടുമുട്ടൽ കൂടിയത് കാരണം അത് പ്രശ്നമാണെന്ന് ഈ ഭാര്യക്ക് മനസ്സിലായി. ഭാര്യ പല സമയം ഇവരെ ഉപദേശിച്ചു കൊടുത്തു. അവസാനം അത് പ്രശ്നങ്ങളിലോട്ട് പോയി പരസ്പര കലഹങ്ങളായി. അവസാനം ഭാര്യ കുടുംബത്തിലോട്ട് ഈ വിഷയം അവതരിപ്പിച്ചു. ഭാര്യയുടെ കുടുംബം അവരുടെ കുട്ടികളേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. കുട്ടികളായിട്ട് അവർ തിരിച്ചു പോയി. ഇയാള് കമ്പനിക്കോ ജോലിക്കോ പോകാത്ത സാഹചര്യം വന്നു. ഒറ്റപ്പെടുത്തം വിട്ടു. പിന്നെ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ വേണം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് മരുന്ന് കിട്ടിയ സമയത്ത് ഇവരെ സ്വഭാവം മാറും. വീട്ടിലേക്ക് വിളിച്ച് പലതും പറയും. ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യാണ്. ഇത് പല ദിവസങ്ങള് ഭാര്യയായിട്ട് ഈ ഒരു മരുന്ന് അടിക്കുന്ന എത്ര പേരുടെ ന്യൂസ് കാണാറുണ്ട്? ന്യൂസ് എപ്പോഴും ഇപ്പൊ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ന് പറയാം, പക്ഷെ കേരളത്തിലാണ് നമ്മൾ കൂടുതലും കേരളത്തിലെ ന്യൂസ് കാണുന്നതുകൊണ്ടാണ് ഞാൻ കേരളം എന്ന് ഉദ്ദേശിച്ചത്. ഇതുപോലെ ലഹരിയുടെ ഇതിൽ വന്നേക്കുന്ന എത്ര ഇൻസിഡൻസ് നിങ്ങൾ ഈ കഴിഞ്ഞ 2 ആഴ്ച, ഞാൻ മാസം എന്ന് പോലും പറയുന്നില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഒരു ഉണ്ട് ഫാമിലി, മക്കള് ഇവിടെ ഉണ്ട്. എന്നാൽ കയ്യിൽ വെക്കാൻ നിന്ന മടി ഉണ്ടല്ലോ. അപ്പൊ എത്ര പേരുടെ മക്കള് നാട്ടിലുണ്ട്? അപ്പൊ എല്ലാരും കൈ പൊക്കാൻ അറിയാല്ലേ? പക്ഷെ ഞാൻ വിചാരിച്ച കൈ പൊക്കാൻ മടിച്ചിരിക്കുന്നതാണ്. ഓക്കെ ഫൈൻ. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ മക്കൾക്ക് ഇതിനെ കുറിച്ച് പലരും അറിഞ്ഞുകൊണ്ടല്ല എടുക്കുന്നത്? നമുക്കില്ലേ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് അറിയാവുന്ന ഒരാളെ ബാധിക്കുന്നവരെ നമ്മൾ എല്ലാരും ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിരിക്കും അല്ലെ? മറ്റൊരാളാൾക്ക് കാണുമ്പോ നമ്മൾ അയ്യോ പാവം പറയും, കുറച്ച് ദിവസം കഴിയും, പിന്നെ നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എപ്പം നമ്മുടെ ഏറ്റവും അടുത്ത കുട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഒരാളിലേക്ക് എഫക്ട് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇനി ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ചോയ്സ് ആണ് നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത്. ഈ പറയുന്നത് നിങ്ങൾ എത്ര പേർക്ക് തലവേദന വന്നു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തലവേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകും? ആരും പോലെ പോകും. അല്ലെ തലവേദനയല്ല, നെഞ്ചുവേദന വന്നാലോ അന്നാലും പോകില്ല, പോവും അല്ലെ? നിങ്ങൾ എത്ര പേര് 1 മാസം 2 മാസം ഇവര് പറഞ്ഞതുപോലെ സ്ട്രെസ് ടെൻഷനായ ഒരാളെ കാണാ എന്ന് ചിന്തിക്കും? ഇന്നും നിങ്ങൾക്ക് ഒരു കൗൺസിലറെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ അങ്ങനെ ഒരാളെ കാണാൻ മടിയല്ലേ? അല്ലേ? എന്തിനാത്? അതാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ. നിങ്ങൾക്കറിയാമോ, ഈ മക്കള് സ്ട്രെസ് കാരണം എന്റെ അടുത്ത് മക്കളുടെ അടുത്ത് ഇരുന്നൊന്ന് സംസാരിക്കാനുള്ള ഒരു സമയം ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള പേഷ്യൻസ് ഇല്ല. അതിന്റെ അർത്ഥം അവരുടെ ലൈഫ് അവിടെ തീർന്നു പോയി എന്നല്ല. നമ്മൾ മനസ്സ് വെച്ച, ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മളൊരു 100 പേരുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാളെ സഹായിച്ച എത്ര പേരായി അല്ലെ? സോ നമ്മൾ കണ്ടില്ലെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫാണെന്നോ വിചാരിച്ച് നമ്മൾ ഇഗ്നോർ ചെയ്യാതെ നമ്മൾ അവരെ ഒന്നെങ്കിൽ ആർക്കെങ്കിലും റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ മാം പറഞ്ഞതുപോലെ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പ്രശ്നമുണ്ടോ എന്നും അവരോട് സംസാരിക്കാൻ തന്നെ നമ്മൾ സമയം കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്രയോ ലൈഫുകൾ സേവ് ചെയ്യാൻ പറ്റും. ഈ ലഹരി എടുക്കുന്നതിൽ 1/4 ആൾക്കാർ ഒറ്റപ്പെട്ടതുകൊണ്ടാണ്. ഒരു
ക്രൗഡ് എങ്ങനെയായിരിക്കും എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ കാണിക്കാൻ പറ്റാവുന്ന ടൈപ്പ് ഇമേജസ് മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇതിനൊക്കെക്കാളും ഒരുപാട് ഹാരിബിൾ ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതെടുത്തു ഇങ്ങനെ ബോധമില്ലാണ്ട് കിടന്നു ചെയ്തു എന്നുള്ളതല്ല. ആ ഒരു മനുഷ്യന്റെ ബോഡിയിലെ എവ്രി സിംഗിൾ ഓർഗൻസിനെയും പാർട്സിനെയും അത് എഫക്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് പെയിൻഫുൾ ആയ ഒരു കാര്യമാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മളെല്ലാം വിചാരിക്കുന്നത് ഡ്രഗ്സ് എടുത്തു, ഓക്കെ ഡ്രഗ്സ് എടുത്താൽ എന്താ, ആ ഒരു ബോധമില്ലാണ്ട് കുറച്ചു നേരം കിടക്കും, പിന്നെ എണീറ്റ് പോകും, പിന്നെ പ്രശ്നമില്ല. അങ്ങനെയല്ല. നമ്മൾ എനിക്ക് കാണിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ഇതായിട്ടുള്ള ഇമേജസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ റിയൽ ഇമേജസ് ആണ്. ഇതുപോലെയാണ് ഒരു ഡ്രഗ് എടുക്കുന്ന ഒരാൾ. പക്ഷെ നമ്മൾക്കത് അറിയാമെങ്കിൽ നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാതെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരെ നമുക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ എന്റെ അടുത്ത് വന്ന ആ കുഞ്ഞുങ്ങള് അവരിന്ന് ജോലിക്ക് പോകുന്നുണ്ട്. അവര് വന്ന സ്റ്റേറ്റ് എനിക്ക് നിങ്ങളോട് എക്സ്പ്ലെയിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. കയ്യും കാലും വരച്ചിട്ട് ആ കൊച്ചിന് നിൽക്കാൻ പറ്റില്ല. കാരണം നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് തോന്നുന്നത് ആ അടുത്ത് നിൽക്കുന്ന എന്താ പറയാ വാട്ടർ ടേബിളൊക്കെ അതിന്റെ അടുത്ത് വരുന്ന പോലത്തെ ഹാലസിനേഷൻസ് ആണ് ആ കുഞ്ഞിന്. അത്രയ്ക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ് അനുഭവിച്ചു വന്ന കുട്ടികളാണ്. അപ്പൊ ഈ ഡ്രഗ്സ് എടുക്കുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പിന്നീട് അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. മനസ്സിലല്ല. അപ്പം നമ്മള് യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള അവൻ എന്തിന്റെ ആവശ്യമായിരുന്നു ഡ്രഗ്സ് എടുക്കാൻ, അത് എടുത്തുകൊണ്ടല്ല അവനൊക്കെയാണ് അനുഭവിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പലരും പറയുന്നത്. അത് നമ്മൾ ജഡ്ജ്മെന്റൽ ആവാതെ നമ്മൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നതാണ് നമുക്ക് എത്രയോ പേരെ സേവ് ചെയ്യാൻ പറ്റും, എത്രയോ ആൾക്കാർക്ക് അതിനുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും. നമുക്ക് അവരുടെ ബിഹേവിയർ പാറ്റേണിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരുപാട് ഫ്ലക്ച്വേറ്റ് ആകും അവരുടെ ബിഹേവിയർ. ചിലവര് ഡ്രഗ്സ് എടുക്കാൻ തുടങ്ങിയ ആ ഒരു സമയത്ത് ആദ്യം ഭയങ്കര നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ എന്തുകൊണ്ടെന്ന് മക്കൾക്ക് അവയർനെസ് കൊടുക്കണമെന്ന് പറയുന്നത് ഇതില് ഈ പറയുന്നത് പോലെ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ്. അവരുടെ കൂടെ പോയിരുന്ന ഈ ഒരു ബോയ് ഫ്രണ്ട് ഒക്കെയാണ് കൂട്ടിക്കൊണ്ട് പോകുകയും ചെയ്യുകയൊക്കെ ചെയ്യും. എന്താ പറയാ ഡ്രഗ്സ് വേണ്ടി കൂട്ടിക്കൊണ്ട് അവർ നീ എന്തിനാ എടുക്കില്ല എന്ന് പറയുമ്പോൾ അവർ പറയും നീ എന്തിനാ പേടിക്കുന്നത്, ഞാനില്ലേ കൂടെ, ഞാൻ സപ്പോർട്ട് ചെയ്യാനുണ്ട്, നീ പേടിക്കണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷെ അവിടെ പോയി ഡ്രഗ് എടുത്തപ്പോ ആൾക്ക് തന്നെ ബോധമില്ല, പിന്നെ ആളിങ്ങനെയാണ് ഈ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ നമ്മള് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതായത് പണ്ടത്തെ പോലെ ഡ്രഗ്സ് ഇപ്പൊ വെള്ളത്തിലിട്ട് കലക്കി കൊടുക്കണമെന്നില്ല. നമ്മളൊരു വേഫേഴ്സിനകത്ത് വെച്ചിട്ട് വരെയും കൊടുക്കുന്ന സിറ്റുവേഷൻ, ഈ പറയുന്ന പോലെ സ്റ്റാൻഡ്, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതിനെ കുറിച്ച് തന്നെ ഞാൻ സ്ലൈഡ്സും സെഷൻസും ഒക്കെ ചെയ്തിരുന്നു. ഈ പറയുന്ന എന്തൊക്കെ വെറൈറ്റി കൈൻഡ് ഓഫ് സാധനങ്ങളുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കൂടെ അതിന്റെ അവയർനെസ് വേണം. ഒരാൾ ഡ്രഗ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ പല സിംറ്റംസ് ഉണ്ട്. നമുക്ക് അവരുടെ ബിഹേവിയർ ചേഞ്ച് വരുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ന്യൂറോൺസ് അല്ലെങ്കിൽ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ഇതൊക്കെ. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഒരു സ്റ്റോറി ഉണ്ട്. ഓക്കെ, അതായത് ന്യൂറോൺസിന്റെ ഓരോരോ അതിനായ കാര്യങ്ങളുണ്ട്. നമുക്കൊരു ഇമോഷൻ എങ്ങനെയാണ്, നമുക്ക് ഹാപ്പി എപ്പോഴാണ് നമുക്ക് ഹാപ്പി ആവേണ്ടത്, നമുക്ക് എപ്പോഴാണ് ഫിയർ വരുന്നത്, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ ഡ്രഗ്സ് എടുത്ത് കഴിയുമ്പോൾ എന്താ പറ്റുക, ഇത് ആ സ്റ്റോറി ലൈനിലോട്ടാണ് കയറി പോകുന്നത്. അന്നേരം നമ്മൾ ചിലപ്പോൾ ഹാപ്പി ആവേണ്ട സിറ്റുവേഷനിൽ നമുക്ക് ദേഷ്യം വരും. ആ ടോട്ടൽ സ്ട്രക്ചർ ആണ് ഡ്രഗ്സ് ചേഞ്ച് ചെയ്യുന്നത്. അത് സ്റ്റിമുലന്റ് ആണ്. രണ്ടാമത് ഹാലുസിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ തുടങ്ങും. ഇതാണ് ഡ്രഗ്സിന്റെ വേറൊരു വെറൈറ്റി. ഇനിയുള്ള ഒരു ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മെഡിക്കേഷൻ പോലും ഡ്രഗ്സ് തന്നെയാണ്. പലവരും ഈ പറയുന്ന ഒരു ചുമയുടെ മരുന്ന് കുടിച്ച് തന്നെ എഡിക്റ്റഡ് ആയ ആൾക്കാരുണ്ട്. ഉറക്കം വരുന്നില്ലെങ്കിൽ ചുമയുടെ മരുന്ന് ഒരു 10 ml കുടിച്ചാൽ മതി, ഉറങ്ങും. അത് അങ്ങനെ ഒരു ബോട്ടിലാകും. ഇങ്ങനെ ഡ്രഗ് അഡിക്ഷനിലോട്ട് പോയവർ വരെയുണ്ട്. നമുക്ക് നമ്മുടെ ലൈഫില് നമ്മുടെ പാറ്റേൺ മാറുന്നുണ്ട് എന്ന് നമുക്ക് സ്വയം ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കണം. ഞാനിപ്പോ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു നെഞ്ചുവേദന വന്ന് തലവേദന വരുമ്പോൾ നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങളൊരു കൗൺസിലറുടെ അടുത്തോ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ ഇല്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളെ. അത് നിങ്ങൾ ചെയ്യാതെയാണ് ഈ ഡ്രഗ്സ് എടുക്കാനും പോകുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ ഇഷ്യൂസും പ്രശ്നങ്ങളും വരുന്നത്. ഇങ്ങനെ അവരുടെ ഇമോഷൻസ് ഒക്കെ ഭയങ്കര വേരിയേഷൻസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അത് ഇനി ഫസ്റ്റ് എടുക്കുന്ന ദിവസം തന്നെ അല്ല, ഞാനിപ്പോൾ ഒരു 2-3 സെഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവരുടെ ബിഹേവിയറിൽ വളരെ
അതുകൊണ്ട് ഞാൻ എപ്പോഴും പേരൻസിനോട് പറയാം, നിങ്ങളുടെ മക്കളിൽ എന്തെങ്കിലും ബിഹേവിയറിൽ സഡൻ ആയിട്ട് അല്ലെങ്കിൽ ഗ്രാജുവലി ആയിട്ടായാലും ചെറിയ ചേഞ്ചസ് വന്നാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ അത് ശ്രദ്ധിക്കണം, നിങ്ങളത് അഡ്രസ് ചെയ്യണം, നിങ്ങളെ കുട്ടിയുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നോർമലൈസ് ചെയ്തിട്ടാണ് അല്ലെ. ഈ പറയുന്ന പോലെ നല്ലതും ചീത്തയും ഉണ്ട്, അത് റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ ഒരു മൂവി ആണെങ്കിൽ ഇപ്പോൾ വരുന്ന എനിക്ക് തോന്നുന്ന വളരെ റേർ മൂവീസിലേ ഉള്ളൂ ഈ ആൽക്കഹോളോ ഡ്രഗ്സ് ഒന്നും ഇല്ലാത്തൊരു മൂവി. അത് പറയുന്ന ഹീറോ അടക്കം അതെടുക്കും. അപ്പൊ പിള്ളേർക്ക് എന്താ തോന്നുന്നത്, ഓക്കെ ഇഫ് ഐ ഹാവ് ടു ബി എ ഹീറോ ഐ ഹാവ് ടു ഡു ദിസ്. അത് കണ്ടാണ് ഇത്രയുള്ള കുഞ്ഞു മക്കളെ പോലും നമ്മൾ മൂവീസ് കാണിക്കുമ്പോൾ ഇപ്പൊ പേരൻസ് ബോധേഡ് അല്ല പലരും. എല്ലാ മൂവി ഇപ്പൊ ഈ പറയുന്നത് എനിക്ക് പേര് അറിയില്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയൊരു പല മൂവീസ് അതുപോലത്തെ നമ്മൾ എന്താ പറയാ കോളേജിലും ഇതിലൊക്കെ ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് മൂവീസിൽ അല്ലേ. സോ നമ്മള് പേരൻസ് കുറച്ച് സമയം എടുത്തിട്ട് മക്കളോട് പറയാ, ഇതും ഉണ്ട്, രണ്ടും ഉണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ എന്താ വേണ്ടേ അത് നിങ്ങൾ വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ ആണ് എഡിക്ഷൻ എന്തും ലഹരിയാണ്. അമിതമായ മൊബൈൽ ഉപയോഗിക്കുന്നതിന്റെ എഫക്ട് ഓൾറെഡി മാം ഇവിടെ പറഞ്ഞിരുന്നു, സർ ഇവിടെ പറഞ്ഞിരുന്നു, ഒത്തിരി പോർഷൻ തന്നെയാണ് അത്. ഈ പറയുന്നത് നമ്മുടെ ബ്രെയിൻ വേവ്സിനെ തന്നെ മാറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഇതുപോലെ എന്റെ കഴിഞ്ഞ സ്റ്റേജസിലെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം. പക്ഷെ അതിന് ഒരു ബെനിഫിറ്റ് ഉള്ളത് എന്താണെന്ന് അറിയാമോ, നമ്മൾ എന്താന്നുള്ളത് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആ ഫോൺ എടുത്തിട്ട് നിങ്ങൾ കാണുന്നത് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ, റിവൈൻഡ് അല്ല ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണ്, നിങ്ങൾ എന്തിനാണ് കാണുന്നത്, വിച്ച് വിൽ ഹെൽപ്പ് യു ടു ചേഞ്ച്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ ഇങ്ങനത്തെ റീൽസ് ആണ് കൂടുതൽ കാണുന്നത്, അപ്പൊ എന്റെ മൈൻഡ് ഞാൻ മാറ്റണം, ഐ നീഡ് ടു ചേഞ്ച്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ ഒരു 2 വീഡിയോ റിപ്പീറ്റഡ്ലി കണ്ട പിന്നെ മൂന്നാമത് അങ്ങനത്തെ വീഡിയോസ് നമുക്ക് വരുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഒരു 3 പ്രാവശ്യം നിങ്ങൾ വേറെ കാര്യം കണ്ടു നോക്കുക, എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള. പിന്നെ 4ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ആ വീഡിയോസേ വരുള്ളൂ. ഓക്കെ, സോ എല്ലാം ഒരു ലിമിറ്റിലായിരിക്കണം. പക്ഷേ നമ്മൾ നെഗറ്റീവ് മാത്രം നോക്കിയാൽ നമുക്ക് നെഗറ്റീവ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ അതിലെ പോസിറ്റീവ് നോക്കി ആ രീതിയിൽ ചെയ്യുവാണെങ്കിലും ദാറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ സിഗരറ്റ് ഇല്ലാത്ത ഒരു മലയാളം മൂവി ആരെങ്കിലും പറയാവോ, ഒരു സിംഗിൾ മൂവി? പക്ഷെ നമ്മളൊക്കെ കുഞ്ഞിന്റെ നമ്മുടെ പേരൻസ് റിസ്ട്രിക്ട് ചെയ്യണം നമ്മളെ കാണുന്നതില്. ഓക്കെ, അന്നേരം അത്രയ്ക്കൊന്നും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത നമ്മുടെ പേരൻസിന് പോലും അത്രയും എന്താ പറയാ ബോധം ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയി വളരുന്നവരാണ് നമ്മൾ പിന്നോട്ട് പോകുന്നത്. നമ്മുടെ മക്കളെ എന്ത് കാണിക്കണം, എന്ത് കാണിക്കരുത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ഗൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴത്തെ മുമ്പൊക്കെ നമ്മൾ ഈ ക്രൈമും ഇതൊക്കെ കേൾക്കുന്ന എല്ലാം എബോവ് 40 ആ ഒരു വളരെ റേർ ആയിട്ടുള്ള ഒരു കേസസ് ആയിരുന്നു അല്ലെ. നമുക്ക് എനിക്കിങ്ങനെ ഇപ്പൊ പറഞ്ഞില്ല മൊബൈൽ ഫോൺ അഡിക്ഷൻ മക്കളിൽ ഇതെല്ലാം. ഇപ്പൊ ഈ മക്കളുടെ മൊബൈൽ ഫോൺ അഡിക്ഷനുമായിട്ട് എന്റെ അടുത്ത് വരുന്ന പേരൻസ് ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് ഈ 10 വയസ്സിന്റെ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കിട്ടുന്ന ആൻസർ വരുന്നത് മൊബൈൽ ഫോണിലാണ്, അവർക്ക് വർക്ക്ഷീറ്റ്സ് വരുന്ന മൊബൈൽ ഫോണിലാണ്. അപ്പൊ വി ആർ ഫോഴ്സ്ഡ് ടു ഗിവ്. നിങ്ങൾക്കൊരു പ്രിന്റർ മേടിച്ചു വെച്ചിട്ട് ആ നോട്ട്സ് പ്രിന്റ് ചെയ്ത് കുട്ടിക്ക് കൊടുത്തൂടെ? എന്തിനാണ് നിങ്ങൾ അവസാനം കുട്ടി ഒരു 10 തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20ാമത്തെ തെറ്റാവുമ്പോൾ നമ്മളെ പോലുള്ളവരടുത്ത് കൊണ്ടുവരുള്ളൂ. അതായത് ഒരു 7 വയസ്സൊന്ന് കുട്ടി മൊബൈൽ ഫോൺ കണ്ടോ അല്ലെങ്കിൽ ഒരു ചീത്ത ഇതിൽ പെട്ട് പേരൻസ് എന്താ പറയാ വിട്ട് പിന്നെ ആ കുട്ടി 15 വയസ്സാകുമ്പോഴടുത്താണ് നമ്മളെടുത്ത് കൊണ്ടുവരുന്നത്. ആ ഒരു ഇതിൽ നമുക്കായാലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. there is a limitation what we can do. അത് ഇപ്പൊ തന്നെ നിങ്ങൾ ആസ് എ പേരന്റ് നിങ്ങളുടെ മക്കൾ ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും കൊടുക്കരുത് ഫോണൊന്നും ഞാൻ പറയത്തില്ല. ബിക്കോസ് ഇത് ആ ഒരു ജനറേഷൻ ആണ്, അവര് ലേറ്റസ്റ്റ് ടെക്നോളജി അറിയണം, പഠിക്കണം. പക്ഷെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക, അവർ കാണുന്നത് എന്താന്ന് ഒരു 10 മിനിറ്റ്. ഇപ്പൊ നിങ്ങളുടെ മക്കള് നാട്ടിലാണെങ്കിൽ നിങ്ങളുടെ വൈഫുകളോട് പറയാ, ആ കുട്ടി കാണുന്ന ഒരു ഗെയിമാണ് കളിക്കുന്നത്, പേരൻസ് ഒക്കെ എന്താ ചുമ്മാ ഗെയിം കളിക്കണം, പക്ഷെ ആ ഗെയിമിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പോലും അറിയത്തില്ല. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോ എനിക്ക് പരിചയമുള്ള ഒരു കൊച്ചു വന്ന് ഒരു 18 വയസ്സ്, ഇപ്പൊ 20 വയസ്സായ അവന്
എൻ്റെ ഒരു ദൂരത്തെ ഒരു റിലേറ്റീവ് ആണ്. അപ്പം ഈ ആൺകുട്ടിയാണ്, ആ കൊച്ചു വന്ന് എന്നോട് വന്ന് പറഞ്ഞു, ആന്റി എനിക്ക് ആന്റിയുടെ ഒരു കാര്യം സംസാരിക്കും. അത് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ട്രോമയായിട്ട് എനിക്ക് ഇരിക്കുക. ഞാൻ എന്റെ സൈക്കാട്രിസ്റ്റിനെ കണ്ടു, ഞാൻ ഡോക്ടറെ കണ്ടു, എല്ലാം കണ്ടു, ഇപ്പോഴും എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. ഒരു 5 കൊല്ലത്തോളം അത്രയ്ക്ക് മോശപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്റർനെറ്റിൽ കണ്ടതും. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്റെ സ്വന്തം ആൾക്കാരെ പോലും സ്വന്തമായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്കിപ്പം മക്കളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കത് ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷെ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇത് 20 വയസ്സിലെ ഒരു കൊച്ചെന്നോട് വന്ന് പറഞ്ഞത്. അപ്പൊ ആന്റി എപ്പോഴും ആന്റിയുടെ മോന്റെ കാര്യത്തിൽ ശ്രദ്ധ വെക്കണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആ ഒരു കുട്ടിക്ക് അത്രയും വിവരം ഉണ്ടായിട്ട് വന്ന് എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ ആന്റി അവൻ എന്തുകൊണ്ടെങ്കിലും ആന്റിയോട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കണം കേട്ടോ. അവൻ എന്തെങ്കിലും, കാരണം എന്റെ അച്ഛനമ്മ എനിക്ക് ആ സ്പേസ് തന്നില്ല. ഞാൻ എന്തെങ്കിലും പോയി അവരോട് പറയുമ്പോഴത്തേക്കിന് അവർ എന്നോട് വഴക്ക് പറയാറുള്ളൂ, എന്നോട് ഒച്ചിടുവാറുള്ളൂ. എനിക്ക് അവരോട് പറയാൻ പേടിയായി പോയി. അങ്ങനെ ഞാൻ ഈ ഒരു ട്രാപ്പിൽ പെട്ടിട്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ആന്റിയുടെ മോന് വരരുത് കേട്ടോ എന്നാണ് ഈ കൊച്ചെന്നോട് വന്ന് പറയുന്നത്. അങ്ങനെയാണ് പല കാര്യങ്ങളും ഞാൻ പോലും അറിയുന്നത്. കാരണം ഒരു സാധാരണ വേണമെങ്കിൽ നമ്മുടെ മക്കളെ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോ പനി വന്ന് തലവേദനയ്ക്ക് കൊടുക്കുന്നത് ഡ്രഗ് തന്നെയല്ലേ? ഓക്കെ, അത് നമ്മൾ എന്ന് വെച്ചാൽ തലവേദനയ്ക്ക് വരുവേ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10 പാക്കറ്റ് പാരസിറ്റമോൾ എടുത്ത് കുടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെ അതൊക്കെ ഒരു റീസൺ ആണ്. ഇറ്റ്സ് ജസ്റ്റ് എ റീസൺ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ മുന്നിൽ 2 വഴിയുണ്ടെങ്കിൽ ഏത് വഴിയിലൂടെ പോകണം എന്ന് ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ്. ആ വഴിയിലൂടെ പോയാൽ we will end up in a bad way. ഈ വഴിയിലൂടെ പോയാൽ it will be better. അത്രേ ഉള്ളൂ. അതുപോലെ റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെന്റ്സ് അങ്ങനത്തെ തന്നെ ഉള്ളൂ. പിന്നെ പറയുന്ന കൗൺസിലിംഗ് അങ്ങനെയൊന്നും കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. കാരണം അവർക്ക് കേൾക്കാനുള്ളൊരു ബോധം പോലും ഉണ്ടാവില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സ്വന്തം അച്ഛനെ കുത്തിക്കൊന്നും ചെയ്തതും ഒക്കെ അച്ഛൻ വേണ്ടത്ര ഉപദേശിച്ചിട്ടുണ്ടാവാം അല്ലെ? സോ അങ്ങനത്തെ ഒരാളെ ഒരു ഇതിന് കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. അവർക്ക് മെഡിക്കേഷൻ കൊടുക്കുക, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൊരു സൊല്യൂഷൻ ഉള്ളൂ. ഒരുപാട് സംശയങ്ങളാണ് സദസ്സിന് വരുന്നത്. ഓർഗനൈസേഴ്സിനോട് പറയാനുള്ളത്, ആസ് എ ലൈഫ് കോച്ച് എപ്പോ വേണമെങ്കിലും എന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു മീ എനി ടൈം. അവരോടൊന്നും മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരോടും എനിക്ക് എന്റെ ഒരു പരിമിതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊരു സഹായം ഞാൻ തീർച്ചയായിട്ടും ചെയ്യാൻ ഐ ആം ഓൾവേസ് ദേർ. സോ താങ്ക് യു. ആയിട്ടൊന്നും ആരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നിങ്ങൾക്ക് എന്തറിയാം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നിങ്ങളുടെ മനസ്സിൽ പോകുന്നത്? ആരെങ്കിലും ഒരു 2-3 പേരൊന്ന് പറയാമോ? ഡ്രഗ് അഡിക്ഷൻ ഇങ്ങനെ പറയുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം പോകുന്ന കാര്യം? ആർക്കൊന്നും പറയാനില്ലേ? കഞ്ചാവിന് ഞാൻ ഇംഗ്ലീഷിൽ ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ടോ? ഡ്രഗ് അഡിക്ഷൻ, കഞ്ചാവ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ പോകുന്നത്? എന്താ സംഭവിക്കുന്നത് ഡ്രഗ് എടുക്കുമ്പോൾ? എന്താണ് ഡ്രഗ്സ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തിരിച്ചറിയാൻ കഴിയില്ല. വേറെ എന്താ പറയാനുള്ളത്? എന്തിനാണ് നിങ്ങൾക്ക് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ പേടിയുണ്ടോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അത് ശരി, ഡ്രഗ്സിനെ തന്നെ കഞ്ചാവെന്ന് പറയുന്നു, ലഹരി എന്ന് പറയുന്നു. എന്താണ് ഇതെടുത്താൽ സംഭവിക്കുന്നത്? എന്തിനാണ് നമ്മളെല്ലാവരും എന്തിനാണ് പേടിക്കുന്നത്? പിന്നെ സ്വബോധം നഷ്ടപ്പെടും. ഓക്കെ, എങ്ങനെ? മാനസിക ആനന്ദം അങ്ങെത്തും. പിന്നെ എങ്ങനെ? കിളിമോ? ഓക്കെ, ഇതിന് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. ഇത് നിങ്ങൾ ചിലപ്പം ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഇതിനെക്കാളും ബെറ്റർ ആയിട്ട് ഒരു എക്സാമ്പിൾ എനിക്ക് തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു വീഡിയോ എടുത്തത്. ഈ വീഡിയോ എല്ലാം കടം മേടിച്ച് നാട്ടിൽ വിട്ട് പഠിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. എന്നിട്ട് പതുക്കെ പറഞ്ഞ് മോൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു
ഞാൻ ഈ പറയുന്ന ഒരു 3-4 സെഷൻസ് ഒക്കെ എടുത്ത് പതുക്കെ പേരൻസിനോടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ കുഞ്ഞ് ഇവിടെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഹീസ് ടോട്ടലി ഫൈൻ. അവന് എത്ര ഇഷ്യൂ ആയിരുന്നു പറഞ്ഞാൽ ആ കൊച്ചിന് മിണ്ടാൻ പോലും പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എങ്ങനെയോ ഈ എന്താ പറയാ അച്ഛനമ്മമാര് ചെയ്ത നല്ല കാര്യത്തിന്റെ ഒരു എഫക്ട് മക്കൾക്കാ വരുന്നതെന്ന് പറയുന്നത് പോലെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ കൊച്ചി ഇവിടെ വന്ന് എത്തിയതാണ്. കാരണം ആ കൊച്ചിന്റെ കൂടെ ഉണ്ടായിരുന്ന 4-5 കൂടെ ഇവര് 5-6 പേര് ഒന്നിച്ച് ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് ജീവിച്ച കുട്ടികളാണ്. അതില് 4 പേര് ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. കാരണം ഈ ഓവർഡോസ് ഡ്രഗ്സ് എടുത്തും ഒക്കെ ആയിട്ട്. ഇതിനുശേഷം ഇതുപോലെ എനിക്കൊരു 3-4 കേസ് പെൺകുട്ടികളും ആൺകുട്ടികളായിട്ട് വന്നു. അതാണ് എന്റെ ലൈഫിൽ എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്ത കാര്യങ്ങളായിരുന്നു. ഇതിപ്പോ 2 കൊല്ലം മുന്നേ വന്ന കുട്ടികളാണ്. അന്ന് ഈ കേസിൽ എനിക്ക് വന്നെന്ന് മുതൽ എനിക്ക് ഇവിടെ പരിചയമുള്ള എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, എനിക്ക് ഇങ്ങനത്തെ സെഷൻസ് എടുക്കണമെന്നുണ്ട്. എനിക്ക് എത്രയും കൂടുതൽ അവയർനെസ് നമ്മുടെ പ്രത്യേകിച്ച് ഈ മക്കളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഇവരെ പെട്ടെന്ന് നാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ പലരും എന്താ പറയാ നമ്മളൊത്തിരി പ്രൊട്ടക്ട് ചെയ്ത് നമ്മള് ഒന്നെങ്കിൽ പേരൻസിന് ഇവിടുത്തെ പേരൻസിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഓവർ സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഓവർ ഫ്രീഡം കൊടുക്കും. ഈ രണ്ടും തെറ്റാണ്. ഈ 2 കാറ്റഗറിയിലും ഉള്ള മക്കളാണ് ഇങ്ങനത്തെ ഇഷ്യൂസിലൊക്കെ പോയി പെടുന്നത്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ട് എന്നെ പല ടോക്സിന് വിളിക്കാറുണ്ട്, കൂടുതലും മോട്ടിവേഷൻ അങ്ങനത്തെ കാര്യത്തിന്. അപ്പം ഈ ഒരു ഡ്രഗ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ അവയർനെസ്സിന് പല കുറവാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഇങ്ങനെ ഒരു സെഷനായിട്ട് ഇവിടെ ഇത്ര ആൾക്കാരെ കണ്ടത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം സാധാരണ ഇതുപോലെ ആൾക്കാരെ ഞാൻ കാണാറ് പാട്ട്, ഡാൻസ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് മാത്രമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സെഷന് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഇവിടെ എനിക്ക് ഒരു 100 പേരുണ്ടെങ്കിൽ നിങ്ങളോടെല്ലാം എന്റെ ഒരു അപേക്ഷ, ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖേന ചിലപ്പോൾ പലർക്കും ഇത് സഹായമാകും. ഇങ്ങനത്തെ സെഷൻസ് വെക്കണം, അവയർനെസ് കൊടുക്കണം എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകും. അപ്പൊ ഈ പറയുന്ന KMCC ഈ വെൽഫെയർ വിങ്ങിലുള്ള ആൾക്കാരോട് ഞാൻ എത്ര ഇത് പറഞ്ഞാലും എന്താ പറയാ സയൻസ് പറഞ്ഞാലും അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്താലും അത് മതിയാവില്ല. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ബിസിയാണ് അല്ലെ. നമുക്ക് നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ ജോലിയുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം